ഇന്ന് പെസഹയായിരുന്നു. അമ്മ രാവിലെ തന്നെ പെസഹ അപ്പത്തിനുള്ള പരിപാടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈകുന്നേരം കുർബാന കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ പാലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പെസഹ എന്ന് പറയുമ്പോഴേ നമ്മുടെ മൈൻഡിലേക്ക് അപ്പം മുറിക്കലാണല്ലോ വരും. സാധാരണ നമ്മുടെ വീട്ടിൽ മുതിർന്ന ഒരാളായിരിക്കും അപ്പം മുറിക്കുന്നത്. എന്നാൽ എൻ്റെ കുടുംബത്തിൽ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കുടുംബത്തിൽ മൊത്തം 5 വീടുകളിലായിരിക്കും അപ്പം മുറിക്കുന്നത്. എന്താണ് ഈ 5 കുടുംബം എന്ന് വെച്ചാൽ, എൻ്റെ പപ്പ, അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അനിയന്മാരും അതുപോലെ തന്നെ എൻ്റെ പപ്പയുടെ 3 മക്കളുടെയും വീടുകളാണ് ഈ മൊത്തം 5 വീടുകളിലും അപ്പം മുറിക്കുന്നത് പപ്പ തന്നെ. കാരണം പപ്പയാണ് ഏറ്റവും മുതിർന്നയാൾ. ഞങ്ങളുടെ അയൽവക്കത്തുള്ളവരൊക്കെ അപ്പം മുറിച്ച് കഴിയുമ്പോഴായിരിക്കും ഞങ്ങൾ അപ്പം മുറിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ബൈബിള് വായിച്ച് പ്രാർത്ഥിച്ചിട്ടായിരിക്കും അപ്പം മുറിക്കാൻ വേണ്ടി. അങ്ങനെ ബൈബിള് വായിച്ചിട്ട് പപ്പ വന്ന് അപ്പം മുറിക്കും. അപ്പം മുറിച്ച് ഏറ്റവും മുതിർന്ന ആളിൽ നിന്ന് തുടങ്ങി ഏറ്റവും ചെറിയ കുട്ടികൾക്ക് വരെ അപ്പം കൊടുക്കും. ഇങ്ങനെ തന്നെ നമ്മൾ അടുത്ത 4 വീട്ടിലും പോയി അപ്പം മുറിക്കും. അവസാനത്തെ വീട്ടിൽ വീണ്ടും നമ്മൾ ബൈബിൾ ചൊല്ലിയിട്ടായിരിക്കും അപ്പം മുറിക്കുന്നത്. 2 വീട്ടിൽ നിന്ന് നമ്മൾ നന്നായിട്ട് അപ്പവും പാലും കഴിച്ച് പിന്നെ അങ്ങോട്ടേക്ക് അത് കഴിക്കാൻ കുറച്ച് പാടാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 5 വീട്ടിൽ നിന്ന് കഴിക്കുകയാണല്ലോ. പക്ഷേ ഈ അപ്പത്തിൻ്റെയും പാലിനെയും കറക്റ്റ് ടേസ്റ്റ് അറിയണമെങ്കിൽ പിറ്റേ ദിവസം വെള്ളിയാഴ്ചത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്.